ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്കൊരു 3 റിംഗ് ബൈൻഡർ ജേർണൽ നോട്ട്ബുക്ക് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ പേപ്പറിനെ 3ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ പകുതിക്ക് മടക്കുമ്പോൾ ഒരു പേപ്പർ നമുക്ക് 6 പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സൈസിലത്തെ ബുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം കുറച്ചധികം പേപ്പേഴ്സ് ഇതുപോലെ മടക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു പേപ്പർ കട്ടർ ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വേണം. അപ്പം ഇതിപ്പം 2x13 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അതിനെ ഒരു പിങ്ക് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി റിങ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലെ മാസ്കിൻ്റെ ഉള്ളിലത്തെ കമ്പിയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഴയ വളയൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ ഒരു കമ്പി നമ്മൾ ഒരു പെന്നിൻ്റെയോ അല്ലെങ്കിൽ മാർക്കറിൻ്റെയോ ചുറ്റിലും ഇതുപോലെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു സർക്കിൾ ഷേപ്പ്, ഒരു റിങ്ങിൻ്റെ ഷേപ്പിൽ കിട്ടും. ആ ഒരു ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ആവശ്യമുള്ള സൈസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ 3 കമ്പി എടുക്കുന്നുണ്ട്. ഇനി ഇതിനും കൂടെ നമ്മൾ ഒരു പിങ്ക് കളർ പേപ്പർ ചുറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ കമ്പി നമ്മൾ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ വീണ്ടും ഇതിനെ ഒന്ന് സർക്കിൾ ഷേപ്പ്, റിങ്ങിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടാണ് നമ്മൾ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് എടുക്കുക. എന്നിട്ട് ഈ ഒരു റിങ്ങിൻ്റെ ആ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി ഇതിന് കവറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വേണ്ടത്. OHP ഷീറ്റോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അക്രിലിക് പെൻ ഹോൾഡറൊക്കെ ചെയ്യുമ്പോൾ ചെയ്തില്ലേ, അതുപോലത്തെ ഷീറ്റ് എടുത്താലും മതി. അപ്പോൾ അതെടുക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ ഒരു മിഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ബുക്കിൻ്റെ സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ബാക്കിലത്തെ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒരു റെക്റ്റാങ്കിൾ പീസും കൂടെ അവിടെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പേപ്പർ കട്ടർ വെച്ചിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്ത് നോക്കിയത്. ഇത് വെച്ച് പേപ്പർ മാത്രം കട്ടാവുന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു OHP ഷീറ്റും കട്ടാവുന്നുണ്ട്. അപ്പോൾ ഈ കട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലത്തെ ഹോം മെയ്ഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ കുറേ പാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് വീണ്ടും ഒരു 10 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ബുക്കിൻ്റെ കവർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഡെയ്സി ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു ജേർണൽ നോട്ട്ബുക്കാണ് റെഫറൻസ് ആക്കി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് മാർക്കർ വെച്ചിട്ട് ആദ്യം ചെയ്ത് നോക്കി, പക്ഷെ അത് ഇളകി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് നെയിൽ പോളിഷാണ് എടുത്തത്. വൈറ്റ് നെയിൽ പോളിഷിൻ്റെ ഉള്ളിൽ യെല്ലോ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ പിങ്ക് ഒട്ടിച്ച ആ ഒരു ഭാഗത്ത് പുറത്തേക്ക് കുറച്ച് വൃത്തികേടായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ പിങ്ക് കളർ ആൽക്കഹോൾ മാർക്കർ വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലത്തെ ജേർണൽ ആ ഒരു കളർ കിട്ടണമെങ്കിൽ ആൽക്കഹോൾ മാർക്കർ വെച്ചിട്ട് ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു ആ ഒരു പിങ്ക് ഷെയ്ഡ് അല്ലെ ബ്ലൂ ഷെയ്ഡ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിലേക്ക് പേപ്പേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പേപ്പേഴ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് വെൽക്രോയും കൂടെ അറ്റാച്ച് ചെയ്യാം. ആ ഒരു സ്ട്രിപ്പ് ഞാനൊരു കർവ് ആക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെൽക്രോ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആ ഒരു ഷെയ്ഡ് വരണമെങ്കിൽ ആൽക്കഹോൾ മാർക്കർ വെച്ചിട്ട് കളർ ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മളുടെ 3 റിംഗ് ബൈൻഡർ ജേർണൽ നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് പേപ്പേഴ്സ് ആവശ്യമുള്ളത് പുറത്തെടുക്കാവുന്നതാണ്. ജേർണൽ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചതിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതിനൊരു കീ ചെയിനും കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റിക്കർ ബുക്കിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഡേസി ഫ്ലവറിൻ്റെ സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് ഫ്ലവർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഹോൾ പഞ്ച് വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ബുക്കിൻ്റെ ഇവിടെ മേലെ ഭാഗത്തും ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ കീ ചെയിൻ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.